ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സർക്കിൾസ് എന്ന പാഠത്തിലെ പേജ് നമ്പർ 43 ആറാമത്തെ ഒരു ചോദ്യം. 2 ഭാഗങ്ങളായിട്ട് ആ ചോദ്യമുണ്ട്. ആ ചോദ്യം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. റെഡിയല്ലേ? കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആയാലും ഞാൻ റെഡി ആവുള്ളൂ. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം 2 സർക്കിളുകൾ വരച്ചിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ സർക്കിളുണ്ട്, ഒരു വലിയ സർക്കിളുണ്ട്. 2 വൃത്തങ്ങൾ അവിടെ വരച്ചിട്ടുണ്ട്. ചോദ്യം ഒന്ന് നോക്കിയേ. 2 സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ. 2 വൃത്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് ചെയ്തിട്ടുണ്ട്. രണ്ടും പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ആൻഡ് ബി. എവിടേക്കാണ്? എ എന്നും പറയുന്നത്, എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റുകളാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ചിത്രത്തിൽ കണ്ടോ? എയും ബിയും അവിടെയാണ് ഇത് ടച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ദ പോയിന്റ്സ് പി ആൻഡ് ക്യു ആർ ദി അതർ എൻഡ് ഓഫ് എ ഡയമീറ്റർ ത്രൂ എ. എയിൽ നിന്ന് വരയ്ക്കുന്ന ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ അറ്റങ്ങളാണ് ഏത്? പിയും അതുപോലെ തന്നെ നമ്മുടെ ക്യൂ. ഉണ്ടോ? എയിൽ നിന്ന് വലിയ വൃത്തത്തിലേക്ക് വരച്ച ഡയമീറ്ററാണ്. ഓക്കെ, അതാണ് അതിൻ്റെ അറ്റമാണ് ക്യൂ എന്നും പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നോക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. പിയും ബിയും ക്യൂവും ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവനെ ഇച്ചിരി വലുതാക്കിക്കോട്ടെ. ഓക്കെ, ഇച്ചിരി വലുതാക്കുകയാണ് കേട്ടോ, നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തൽക്കാലം ഈ പോയിന്റിനെ അങ്ങോട്ട് കളയാം. ഇവിടെ നോക്കുക, ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നോ? സർക്കിളുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച രീതിയിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ, അതേപോലെ തന്നെ സർക്കിൾ, വ്യാസം, അതേപോലെ തന്നെ വൃത്തം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10ൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ തലയിൽ ആദ്യം വരേണ്ട കാര്യം എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ആ സെമി സർക്കിളിൽ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിക്കേ. എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഓക്കെ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ സെമി സർക്കിളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആംഗിൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഏതെങ്കിലും പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഉണ്ടാക്കാവോ? ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമ്മൾ മിടുക്കന്മാരും അത് പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, ഏതൊക്കെ പറ്റും? യെസ്, ആൻസർ ശരിയാണ്. ഏത് ജോയിൻ ചെയ്യാം? എ ബി ജോയിൻ ചെയ്യാം അല്ലേ? എ ബി ജോയിൻ ചെയ്താൽ ആംഗിൾ ആയോ? ഇല്ല. പിന്നെന്ത് ചെയ്യാം? യെസ്, പി ബി ജോയിൻ ചെയ്യാം. യെസ്. അപ്പോൾ സെമി സർക്കിൾ അല്ലേ? ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി സർക്കിളാണ്. ആണോ? ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിളിലെ ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് നമുക്കറിയാം? 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ അവിടെ എഴുതി വെച്ചാലോ? ദാറ്റ് ഈസ് 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ചെറുത് മാത്രമല്ലോ, അവിടെ വലിയൊരു സർക്കിളും ഇല്ലേ? ആ സർക്കിളിനകത്ത് നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റില്ലേ? യെസ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ ക്യൂ ഒന്ന് ഇടാം അല്ലേ? ഞാൻ ക്യൂ മാറിപ്പോയി. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബി ക്യൂ ജോയിൻ ചെയ്താൽ മതി അല്ലേ? ബി ക്യൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലേ? ഇതൊരു സെമി സർക്കിളിലെ പച്ച സർക്കിളിൻ്റെ പച്ച വൃത്തത്തിലൊരു ആംഗിൾ അല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എന്തൊക്കെയാണ്? ജോയിൻ എ ബി, പി ബി ആൻഡ് ബി ക്യു. ഓക്കെ, മലയാളത്തിൽ എഴുതാൻ എന്ത് ചെയ്യാണ്? എ ബി, പി ബി, ബി ക്യു വരയ്ക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? ആംഗിൾ പി ബി എ. നമ്മൾ ഉദ്ദേശിച്ച ആംഗിളിൻ്റെ ലെറ്റർ എവിടെയാണോ ആംഗിളുള്ള ആ ലെറ്ററാണ് നടുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്താൽ എങ്ങനെ കിട്ടും? നമുക്ക് പി, നോക്കിയേ എങ്ങനെ കിട്ടുക? പി ബി എ, ആംഗിൾ പി ബി എ. അതേപോലെ തന്നെ അടുത്ത ആംഗിൾ എ ബി ക്യു. ആംഗിൾ പി ബി എയും ആംഗിൾ എ ബി ക്യു. ഏതാ എ ബി ക്യു എന്ന് പറഞ്ഞ ആംഗിൾ? എ ബി ക്യു എന്ന് പറഞ്ഞ ആംഗിൾ ഇത് പച്ചവൃത്തമല്ലേ? എ കണ്ടോ? എ
ബി ക്യു. എ ബി ക്യു എന്ന് പറയുന്ന ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം എന്താണ്? കാരണം എഴുതണം കേട്ടോ. കാരണം എപ്പോഴും എഴുതണം. കാരണം എന്തെഴുതണം? തെളിയിക്കുക എന്നുള്ളത് എല്ലാത്തിനും നമ്മൾ റീസൺ എഴുതണം. കാരണം എന്താ കാരണം? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അത് എഴുതി വെക്കണം. മറക്കാതെ എഴുതി വെക്കൂലേ? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ ചോദ്യം അതല്ല. പ്രൂവ് ദാറ്റ് പി ബി ക്യു ലൈ ഓൺ എ ലൈൻ. പിയും ബിയും ക്യൂവും ഒരു വരയിലാണെന്നാണ് തെളിയിക്കേണ്ടത്. നമുക്കിത് രണ്ടും ഒരു വരയിലാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? സിമ്പിൾ. നോക്കിയേ, ഈ ആംഗിൾ പി ബി എ എത്രയാണെന്നാണ് പറഞ്ഞത്? 90 ഡിഗ്രി അല്ലേ? ആംഗിൾ പി ബി എയും ആംഗിൾ എ ബി ക്യൂവും കൂടി ഈ എ ബി ക്യൂ എന്നല്ല, ക്യൂ ബി എ എന്ന് പറഞ്ഞാലും സെയിം ആംഗിൾ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? പി ബി എത്രയാ? 90 ഡിഗ്രി. എ ബി ക്യൂ എത്രയാ? എത്രയാ? നമ്മളിപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചില്ല. എ ബി ക്യൂ എത്ര? ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ? 90 ഡിഗ്രി. 90 എത്രയാണ്? 180 ഡിഗ്രി. അടുത്തടുത്തുള്ള ഒരു ജോഡി കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടി. പഠിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ആ കോണുകളെ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ. എന്താ വിളിക്കുക? ലീനിയർ പെയർ. എന്താ വിളിക്കും? ലീനിയർ പെയർ. അല്ലെങ്കിൽ നമ്മൾ രേഖീയ ജോഡി എന്ന് പറയും. എന്ത് പറയും? രേഖീയ ജോഡി. എന്താണ് ലീനിയർ പെയർ? രേഖീയ ജോഡി. അതായത് നിങ്ങളൊന്ന് നോക്കിയാൽ മക്കളെ, ഒരു വര, ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? നിങ്ങൾക്കറിയാലോ. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു വരയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ആണല്ലോ. അപ്പോൾ അടുത്തടുത്ത ചേർന്നിരിക്കുന്ന രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ ബേസ്, അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു നേർരേഖ ആയിരിക്കും. ലീനിയർ പെയർ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പി ബി ക്യൂവും പി ബി എയും എ ബി ക്യൂവും കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇതെന്താണ്? ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾസ് ആണ് അത് രണ്ടും. അപ്പോൾ പിയും ബിയും ക്യൂവും എവിടെയാണ്? ഒരു വരയിലാണ്. കാരണം താഴെ ഭാഗം എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? പി ബി ക്യു ആർ ഇൻ എ ലൈൻ. ദെയർഫോർ, ഒരു കുത്ത് മേളിൽ രണ്ടെണ്ണം താഴെ ഇട്ട് കഴിഞ്ഞാൽ ദെയർഫോർ ആയിട്ടോ. ദെയർഫോർ പി ബി ക്യു. പ്രൂവ് ദാറ്റ് എന്നുള്ളൊരു സാധനം മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ചെയ്യാം. അവനെ മാറ്റിയിട്ട് ബാക്കി കാര്യം അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. പി ബി ക്യു ലൈ ഓൺ എ ലൈൻ. ഓക്കെ. ഇനി മലയാളത്തിലാണെങ്കിലോ, ഒരേ വരയിലാണെന്ന് തെളിയിക്കുക എന്നല്ല, ആ തെളിയിക്കുക എന്നുള്ള അങ്ങോട്ട് കളയുക. എന്നിട്ട് എന്തെഴുതുക? പി ബി ക്യു എന്നീ ബിന്ദുക്കൾ ഒരേ വരയിൽ ആണ്. അത്രയും എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? കിട്ടി. ഇനി ഇതിനൊരു സബ് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഞാനിതൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്തേക്കട്ടാ. രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് വരുമ്പോഴേക്കും ഞാനിതൊന്ന് വായിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ എന്ത് തെളിയിച്ചു? പിയും ബിയും ക്യൂവും ഒരു വരയിലാണെന്ന് തെളിയിച്ചു. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? പി ക്യു എന്ന വര വൃത്തകേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വരയ്ക്ക് സമാന്തരമാണെന്നും പി ക്യുവിൻ്റെ നീളം ആ വരയുടെ നീളത്തിൻ്റെ 2 മടങ്ങാണെന്നുമാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് ജസ്റ്റ് മായ്ച്ച് കളഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. നിലവിൽ നമ്മുടെ ഈ സർക്കിളിന് എന്തില്ല? സെൻറ്ററുകളില്ല. അപ്പോൾ നമുക്ക് സെൻറ്ററുകളൊന്ന് അടയാളപ്പെടുത്തിയാലോ? ഓക്കെ, ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, ഇതിന് ഞാൻ സി എന്ന പേര് കൊടുക്കുകയാണ്. സി. അതേപോലെ തന്നെ നമ്മുടെ പച്ച സർക്കിളുണ്ട്, അതിനൊരു സെൻറ്റർ അടയാളപ്പെടുത്തുകയാണ്. അതിന് ഞാൻ എന്ത് പേര് കൊടുക്കുകയാണ്? പി എന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ. പി അല്ല, സോറി, കാരണം പി ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടല്ലേ. പി അവിടെ ഇല്ലേ? അപ്പോൾ നമുക്ക് പി എന്നുള്ള പേര് കൊടുത്താൽ ശരിയാവില്ല. നമുക്ക് അവിടെ സി എന്ന പേര് കൊടുത്താലോ? സി എന്ന പേര് കൊടുക്കാം. സി കൊടുക്കാം. നമുക്കിതിന് സി അല്ല, ഒ എന്ന പേര് കൊടുക്കാം. സി ഓൾറെഡി അപ്പുറയും എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഒ എന്ന പേര് കൊടുത്തു. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വര വരയ്ക്കുകയാണ്. കണ്ടോ? സി ഒ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒ സി
അല്ലേ? ഒ സി എന്ന് പറയുന്ന ഒരു വര വരച്ചു. ഈ ഒ സി എന്ന് പറയുന്ന വര ഇതാ പി ബി ക്യു ഒരു വരയിലാണ് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പി ബി ക്യു എന്താണ്? ഒരേ വരയിലാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് ഈ പി ക്യു എന്ന് പറയുന്ന ഈ വര, പി ക്യു എന്ന് പറയുന്ന വര ഈ സി ഒ എന്ന് പറയുന്ന വരയുടെ ഡബിളാണ്, ഇരട്ടിയാണ്, അതിൻ്റെ നീളത്തിൻ്റെ ഇരട്ടിയാണ്. അതേപോലെ തന്നെ സി ഒയ്ക്ക് പാരലാണ്, സമാന്തരമാണ്. സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഡിസ്റ്റൻസിലുള്ള വരകളെയാണ് നമ്മളത് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൈൻസ് എന്ന് വിളിക്കുന്നത് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എങ്ങനെ തെളിയിക്കാം? ഇതിനും നമുക്ക് 9ാം ക്ലാസ്സിലൊന്ന് കൂട്ടുപിടിച്ചാലോ? കൂട്ടുപിടിക്കാതെ വേറെ വഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 9ാം ക്ലാസ്സിൻ്റെ കേസ് തന്നെ എടുക്കാം. അതിൽ പഠിച്ച ഒരു ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഒരു ത്രികോണം വരയ്ക്കുകയാണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. കണ്ടല്ലോ? ഏതെങ്കിലും ഷേപ്പ് എങ്ങനെയാണ് ഇരുന്നോട്ടെ. ദെൻ ഞാനിങ്ങനെ എ ബി സി എന്ന പേര് കൊടുക്കുകയാണ്. എ ബി സി എന്ന് പേര് പറയുന്ന പേര് ഞാൻ 9ലേക്ക് ജസ്റ്റ് ഒന്ന് പോകുന്നതാണ് കേട്ടോ, എന്നാലും മനസ്സിലാവുള്ളൂ. ദെൻ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി എന്ന് വിചാരിക്കുക. എ ബി എന്ന് പറയുന്ന വശമുണ്ടല്ലോ, ത്രികോണത്തിൻ്റെ ഒരു വശമാണ് എ ബി. എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി എന്ന് വിചാരിക്കുക. അതേപോലെ എ സി എന്ന് പറഞ്ഞ രണ്ടാമതൊരു വശമുണ്ട് അല്ലേ? ആ വശത്തിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ക്യൂ എന്നും വിചാരിച്ചല്ലോ. ഓക്കെ, ഇനി ഈ രണ്ട് വശങ്ങളുടെയും മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് ഞാനൊരു വര വരയ്ക്കുകയാണ്. ഓക്കെ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഞാനൊരു വര വരയ്ക്കുകയാണ്, പി ക്യു എന്ന് പറയുന്ന വര. അങ്ങനെ വരച്ചാൽ ഇനി ഏതൊരു ത്രികോണത്തിലാണെങ്കിലും, ഇനി എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണത്തിലെയും രണ്ട് വശങ്ങളുടെ, രണ്ട് സൈഡുകളുടെ മിഡ് പോയിൻറ്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് എന്തായിരിക്കും? പാരലായിരിക്കും. ഓഫ് കോഴ്സ് ഈ പി ക്യു എന്ന് പറയുന്നത് ആർക്ക് പാരലായിരിക്കും? പി ക്യു ഈസ് പാരൽ ടു ബി സി. രണ്ട് കുത്തന വര വരച്ച അതിനർത്ഥം എന്താണ്? സമാന്തരമാണ് എന്നാണ് വായിക്കേണ്ടത്. എന്താ വായിക്കേണ്ടത്? സമാന്തരമാണ്, പാരലൽ ടു. അങ്ങനെയെങ്കിൽ പി ക്യു ഈസ് പാരൽ ടു ബി സി. ആ വര എന്തായിരിക്കും? തേർഡ് സൈഡിന് എന്തായിരിക്കും? പാരലായിരിക്കും. മാത്രമല്ല തേർഡ് സൈഡിൻ്റെ നീളത്തിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ സപ്പോസ് ബി സിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ പി ക്യുവിൻ്റെ നീളം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി പി ക്യുവിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി ക്യുവിൻ്റെ നീളം എത്രയായിരിക്കും? 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ബി സിയുടെ നീളം ഇനി 10 സെൻറ്റിമീറ്റർ ആണെങ്കിലോ പി ക്യു എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. നീളത്തിൻ്റെ പകുതിയായിരിക്കും. മാത്രമല്ല എന്തായിരിക്കും? സമാന്തരവുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് തെളിയിക്കാൻ ഈ കോൺസെപ്റ്റ് നേരെ ഇതിലേക്ക് ഉപയോഗിച്ചാൽ പോരെ? ഈ കാര്യം നേരെ ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി. കാരണം നമുക്കറിയാം, നമ്മൾ ട്രയാങ്കിൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യാം. നമുക്ക് കൺസിഡർ ചെയ്യാം. ഏതാണ്? കൺസിഡർ ട്രയാങ്കിൾ എ പി ക്യു. അതായത് ഇങ്ങനെ ഒരു ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതായത് ഇതിലെ കണ്ടോ എ പി ക്യു എന്ന് പറയുന്ന കണ്ടോ, ഇത് കണ്ടോടാ, ഇത് കണ്ടോ സംഭവം കണ്ടോ, ഇതിങ്ങനെ എ പി ക്യു ഡോട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുക. എ പി ക്യു എന്ന് പറയുന്ന ഈ ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എന്താ ഇപ്പോൾ മലയാളത്തിൽ എഴുതുക? എ പി ത്രികോണം എ പി ക്യു പരിഗണിച്ചാൽ നമ്മൾ പരിഗണിക്കാൻ പോവാണ്. എ പി ക്യു പരിഗണിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കിയേ, സി എന്താണ്? മിഡ് പോയിൻ്റ് ആണ്. കാരണം ആ എ പി എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. സി എന്താണ്? അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്, മധ്യബിന്ദുവാണ്. അതേപോലെ തന്നെ അത് നമുക്ക് എഴുതി വയ്ക്കാം. സി ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് എ പി. എന്താണ്? സി ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് എ പി. സി എന്താണ്? എ പിയുടെ മധ്യബിന്ദുവാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഒ എന്ന് പറയുന്നത് എന്ത് പറയാം? O is the midpoint of AQ. O എന്ന് പറയുന്നത് AQ എന്ന് പറയുന്നത് അല്ല, ഈ വരയുടെ O കണ്ടോ? O എന്താണ്? AQവിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. കാരണം AQ എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ സെൻറ്റർ ആണ് O, ആണോ? അതേപോലെ APൻ്റെ സെൻറ്റർ ആണ് C, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും? മൂന്നാമത്തെ വശത്തിന് പാരലായിരിക്കും. ദെയർഫോർ നമുക്ക് എന്തെഴുതാം? CO ഈസ് പാരൽ ടു പി ക്യു. CO എന്താണ്? പി ക്യുവിന് പാരലാണ്. തിരിച്ചും എഴുതാമല്ലോ, നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് തിരിച്ചാണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചും എഴുതാം. ഓക്കെ, തിരിച്ചും എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? പി ക്യു ഈസ് പാരൽ ടു CO എന്ന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദെയർഫോർ
പി ക്യു ഈസ് പാരൽ ടു സി ഒ. പി ക്യു എന്താണ്? സി ഒയ്ക്ക് പാരലാണ്. മാത്രമല്ല അതിൻ്റെ ഒരു അതിൻ്റെ ലെങ്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ പകുതി ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒ സി അല്ലെങ്കിൽ സി ഒ എന്ന് പറയുന്നത് സി ഒ ഈസ് ഈക്വൽ ടു പി ക്യു ബൈ 2. എന്താ ബൈ 2 എന്ന് പറഞ്ഞാൽ? പകുതി ആയിരിക്കുമെന്നാണ്. സി ഒ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പകുതി ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് പി ക്യു സി ഒൻ്റെ മിഡിൽ അതിൻ്റെ സെൻറ്ററുകൾ ജോയിൻ ചെയ്ത വരയുടെ ഇരട്ടിയാണെന്നാണ്. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. ഹരിക്കണം 2നെ അപ്പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഗുണിക്കണം 2 എന്നാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ക്യു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സി ഒ. ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് കിട്ടിയില്ലേ? കാരണം എന്താണ്? പി ക്യു എന്ന് പറയുന്ന മറ്റേ വരയുടെ എന്താണ്? ട്വൈസ് ആണ്, ഇരട്ടിയാണെന്ന് നമുക്ക് കിട്ടി. നമ്മൾ 9നെ കൂട്ടുപിടിച്ച് നമ്മൾ ഈ കണക്ക് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. ബൈ.